ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗെന്നോ നൈറ്റ് വ്ലോഗെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് അത് അടച്ചേക്കണേ ഒക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. ഇത് അമ്മയുടെ ദേവിയുടെ റൂം, അത് എൻ്റെ റൂമാണ് കേട്ടോ. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുക, കാശിക്കുട്ടൻ കിടന്ന് ഉറങ്ങുന്നു. അതുകൊണ്ടിട്ടാണ് പതുക്കെ സംസാരിച്ചത്. അപ്പം ഞാൻ ഗോകുലിൻ്റെ അടുത്തോട്ട് പോവാം. ടാറ്റ അമ്മ. ഞാൻ ഷോപ്പിലോട്ട് പോകും. ഷോപ്പിലായിരുന്നു, വൈകുന്നേരം ആയപ്പോഴത്തേന് വന്നതാണ്. കാശിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. ഞാൻ ഫുഡും കൊടുത്ത് പാലും കൊടുത്തപ്പോഴത്തേന് ആരൊക്കെയോ എന്നോട് ചോദിച്ചു, ചേച്ചി ബേബീൻ്റെ ഫീഡിങ് നിർത്തിയോന്ന്. ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. നിറയെ സ്റ്റെപ്പാണ് കേട്ടോ. കണ്ട, നമ്മുടെ 3ാമത്തെ നിലയിലാണ്, അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഫീഡിങ് ഞാൻ നിർത്തിയിട്ടില്ല. പാവമല്ലേ, കുഞ്ഞല്ലേ അവൻ. ഞാനങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. സോ അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടില്ല. സത്യത്തിൽ പാലോട് നിർത്തണമെന്ന് പറയാൻ നമ്മൾ ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുമല്ലോ, അത് കുഞ്ഞിന് കിഡ്നിക്കൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് പാല് കൊടുക്കരുത്, 5 മാസത്തിന് ശേഷം കൊടുക്കരുത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റിൻ്റെ എണ്ണം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ചു. പിന്നെന്താ, അപ്പം നമ്മൾ ഷോപ്പിലോട്ട് പോവുക. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ എക്സസൈസാണ്. കാശിയുടെ സമയത്ത് ഇതുപോലെയായിരുന്നു. ഒരു 1 മന്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്റ്റെയർ മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങും. ഒരു ചേട്ടൻ എനിക്കിന്ന് പ്രാന്താന്നായിരിക്കും, സ്റ്റെയർ മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു. ഇപ്പോഴും കയറി ഇറങ്ങുന്നത് നല്ലതാണ്. ഇരുട്ടാട്ടോ. ഇനി ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് രാത്രിയിലത്തെ ഈവനിങ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈവനിങ് ആകുമ്പോൾ ഷോപ്പിലോട്ട് പോവും. പിന്നെ 12:30 ആകുമ്പോഴത്തേനേ തിരിച്ച് വരത്തുള്ളൂ. ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഞാനും ഗോകു കൂടെയാണ് വരുന്നത്. ഇന്നലെ കാശി ഉണ്ടായിരുന്നു. കാശി ഭയങ്കര വികൃതിയായിരുന്നു. അവിടെ കിടന്ന് ഓട്ടവും. അവന് തണുപ്പൊന്നും വിഷയമില്ല. ഞാൻ കമ്പിളി ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്നു. അതൊന്നും ഇട്ടിട്ട് നടക്കത്തില്ല. എല്ലാം ഊരിക്കളഞ്ഞിട്ട് അവിടെ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരുടെ കൂട്ടത്തിലങ്ങ് നടക്കുമെന്ന് മൊത്തം അഴുക്കാക്കി ബഹളമാക്കി. പിന്നെ എന്നെ പിന്നെ ഗോകുലൊരു 10:30 ആയപ്പോൾ കൊണ്ടാക്കി, റൂമിൽ കൊണ്ടാക്കി. പിന്നെ അവൻ പോയിട്ട് അവൻ 12:30 ആയപ്പോഴാണ് വന്നത്. ഇന്ന് പിന്നെ കാശീനെ ഞാൻ അതുകൊണ്ട് ഉറക്കി കിടത്തി. എണീക്കുമ്പം അമ്മ വിളിക്കും, ഭയങ്കര നിർബന്ധമാണെങ്കിൽ വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി കിടത്തി ഉറക്കിക്കോളും. സാധാരണ ഈ 2 ദിവസം വന്നിട്ട് 2-3 ദിവസമേ ആയുള്ളൂ. ഈ 3 ദിവസം എൻ്റെ കൂടെ കടയിൽ കൊണ്ടുവന്നിരുത്തും. എന്നിട്ടാണ് പോകാറുള്ളത്. ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേനാണ് പോകാറുള്ളത്. ഇന്ന് ഞാൻ പിന്നെ കിടത്തി ഉറക്കി. അവിടെ അല്ലെങ്കിൽ മേളമായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ നോർമലി ഉച്ച ആകുമ്പോഴത്തേനാണ് വരാറുള്ളത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് റൂമിൽ പോയതിന് ശേഷം കുഞ്ഞിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഇത് കണക്ക് ഒരു 6:30-7 മണി ആ ഒരു സമയത്താണ് വരുന്നത്. അന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേന് എൻ്റെ ഗോകുൽ അവിടെ ഇരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിപ്പുമ്പോൾ അത് കണക്ക് വീഡിയോ എടുപ്പൊക്കെ നടക്കുന്നുള്ളേ. ഇതും അതിൻ്റെ കൂടെ നടന്നു പോകും, അത്ര തന്നെ. ഞാൻ വന്നപ്പം ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം നമ്മൾക്ക് ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരും. പിന്നെ സെയിൽ കഴിയുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെ എന്തോ രീതിയിലുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് ഷോപ്പിൽ ദുബായിൽ പോയി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം അല്ലാതെ ഇവർ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എല്ലാം പുറത്ത് നിരന്നിരിക്കുന്നത്. അപ്പം ഞാൻ വന്നതല്ലേന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഗോകുലെല്ലാം ഒതുക്കി പറക്കാനുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർപോർട്ട്സിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നില്ലേ, സോ അതോടെ കാണിച്ചു തരാമെന്ന്. പറയാൻ വന്നൊരു കാര്യം, ഇപ്പോൾ വാലന്റൈൻസ് ഡേ വരികയാണ്. ഇപ്പം ഇന്ന് എത്രയാണ് ഡേറ്റ്? 27 അല്ലേ? അപ്പോൾ ഇന്ന് 27ആയി. അടുത്ത മാസം ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്പെഷ്യൽ ഒരു ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ആരും ആയിക്കോട്ടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട്, അതായത് നാട്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ UAE എവിടെയുള്ളവർക്ക് ആയാലും നമ്മൾ ഗിഫ്റ്റ് സർവീസായിട്ട് അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കാര്യം കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇവിടുന്ന് സാധനം നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ടേക്ക് ഡെലിവറി കൊടുക്കും.
അത് ഡെലിവറി ചാർജ് ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ അത് വലുതായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്ത് തരും. മേ ബി ഐ തിങ്ക് 7 to 8 days ആയിരിക്കും നമുക്ക് കിട്ടുക. എയറിലാണെങ്കിൽ, എയർ കാർഗോ ആണെങ്കിൽ ചിലപ്പോൾ ഷിപ്പ് വരും, ചിലപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ വരുമ്പോഴത്തേക്ക് ഷിപ്പിൽ വരും. അതായത് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ UAE നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. മിക്സി, ജ്യൂസർ, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അതൊന്നും ഇല്ല. അത് നമ്മൾ ഫുള്ളായിട്ട് ഒരു കാർട്ടൺ ബോക്സ് കളക്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പറയുന്ന എമൗണ്ടിന് അത് അങ്ങോട്ടേക്ക് കൊറിയർ അയച്ചു തരും. എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടത്, അത് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സാധനങ്ങളും മതിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാന്ന് പറഞ്ഞാൽ അതിന് കണക്കാക്കിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു. അല്ലാതെ ഒരു പീസോ അങ്ങനെ ഒരു എയർപോർട്ട്, ഒരു വാച്ച് അങ്ങനെയൊക്കെ കൊറിയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൊറിയർ കൊടുത്തുതരാം നാട്ടിലേക്ക്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ലാഭം മറ്റേതായിരിക്കും. ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതായത് ഒരു പീസൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുമ്പോഴും ചാർജ് സെയിം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ആഗ്രഹം ദുബായ് സ്പ്രേ, ദുബായ് വാച്ചുകൾ, ദുബായിൽ നിന്ന് ഈ നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ വീട്ടിലേക്കുള്ള അത്തർ, ബാം, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ. ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ദുബായിൽ നിന്ന് ഒരാൾ കൊണ്ടുതരുന്നത് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കളക്ട് ചെയ്ത് ഒരു 30 kg 15 kg ആ റേഞ്ചിൽ പാക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊറിയർ അയച്ചു തരും. പിന്നെ അത് ജനുവരി എയർപോർട്ട്സ് ഞാൻ വേറെ ഒന്നും കണ്ടായിരുന്നു, അത് കാണിക്കണ ഞാൻ വീഡിയോ എടുക്കാൻ വന്നു. ഇപ്പൊ ഇവിടുത്തെ എവിടെ എത്ര മണിയായി മോനെ? 7:17 12:30 ആകുമ്പോഴത്തേനും ക്ലോസ് ആവത്തുള്ളൂ. ഇതിനിടയ്ക്ക് കാശി എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും. എൻ്റെ സ്ഥലം ഇത് അവിടെയാണ്, കണ്ട ആ ചേട്ടൻ പുറത്താട്ടോ ഇരിക്കുന്നത്, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കും. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ആനന്ദ് നോക്കിക്കോളൂ, അല്ലെ അവൻ നോക്കിക്കോളൂ. എനിക്ക് പിന്നെ അറിയത്തില്ലല്ലോ. മലയാളീസ് വരുമ്പോൾ കുഴപ്പമില്ല. ഇതിനകത്ത് ഇവിടെ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ എവിടെ ഉള്ളവരാടാ അറബിയാണ്. അവൻ അറബി അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഗോകുവിന് അറിയത്തില്ല കേട്ടാ. ഗോകുവിന് ഹിന്ദി അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകണമെന്ന് തോന്നുന്നു. ഇല്ലടാ നീ പോടാ. അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഒരു ഈവനിങ് ഒരു 8 മണിയൊക്കെ ആ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. ഞാനങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഒന്നും വീഡിയോ അധികം എടുത്തില്ല. ആരെങ്കിലും ഇനി എന്നെ വഴക്ക് പറഞ്ഞാലോ വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, ഇവിടെ ഭയങ്കര സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എല്ലാവരും രാത്രിയിലൊക്കെ ലേഡീസൊക്കെ ഇത് കണക്ക് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സേഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിലെ മാംഗോ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇവിടുത്തെ ജ്യൂസുകളാണ് കേട്ടോ ഇഷ്ടം. 7 dirhams എന്തോ ആണ്. 7 dirham നാട്ടിൽ 120 130 എന്തോ ആണ്. ഭയങ്കര നഷ്ടമാണ്, സ്ഥിരമായിട്ട് കുടിക്കാൻ കൊള്ളില്ല, വല്ലപ്പോഴൊക്കെ ഓക്കെ. അപ്പം ഞാൻ അതൊരെണ്ണം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് വീട്ടിൽ നിന്ന് വിളി വന്നു. കാശി ഉറക്കം എഴുന്നേറ്റ്, കാശി ഇപ്പോൾ എടുത്തിട്ട് വരാം. പറഞ്ഞേക്കോ ആനന്ദിനോട്? കാശിക്കൂട്ടൻ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഞങ്ങൾ ഷോപ്പിൽ വന്നപ്പോഴത്തേന് ഗോകുല് കാശിക്ക് എഗ്ഗ് ബോയിൽ ചെയ്തത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടമാണ്. കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രം കഴിച്ചോളൂ. അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന് കൊണ്ടുവന്ന ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു, അത് ഞാനും കഴിച്ചു. പിന്നെ വികൃതിയാണ് കേട്ടോ, ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ വികൃതിയാണ്. പിന്നെ നൈറ്റ് അങ്ങനെ എന്നെ കാണാതെ അങ്ങനെ ഇരിക്കത്തില്ല, അതുകൊണ്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോരുന്നതാണ്. ഇന്നിപ്പം പകലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, ഉറക്കി കിടത്തിയിട്ടൊക്കെ പോയിരുന്നാൽ കുഴപ്പമില്ല. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ആശാൻ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മൂശമായിട്ടാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മ കഞ്ഞി വെച്ചിട്ട്, കാശിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്, ചോറിനൊക്കെ ഇഷ്ടം കഞ്ഞിയാണ്. കഞ്ഞി വെച്ചിട്ട് അനിയത്തിയുടെ കയ്യിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഞ്ഞി കോരി കൊടുക്കുകയാണ്. ഇതിപ്പം സത്യത്തിൽ ഷോപ്പാണോ വീടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട് കണക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കാര്യം എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോൾ ചെയ്യൽ. എനിക്ക് റൂമിരുന്നാൽ മതി, എനിക്കിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ ലേഡി സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് കയറും. ഇവിടുത്തെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. സോ അതുകൊണ്ടിട്ട് സത്യത്തിൽ ഞാൻ വന്നിരിക്കുന്നു. പിന്നെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ എന്താ, ഫോണിൽ കളിക്കുക, TV കാണുക, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ആകുമ്പോൾ കുറേ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിട്ട് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാം.
ആൾക്ക് ഞാൻ ലാപ്പിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കാണ്, അതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇല്ലാന്ന് കഴിക്കാൻ പാടാണ് കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ ഗുസ്തി മറിഞ്ഞൊക്കെ നടക്കണം. ഇന്നലെയൊക്കെ നല്ല തണുപ്പ് കുറവാണ്. ഇത് കഴിഞ്ഞ ദിവസം എടുത്തിച്ച വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ ചൂട് അത്രയേ ഉള്ളൂ. ഇവിടെ കാശിയായിട്ട് തേടെ ഇവിടെ ഗോകുൽ അംഗം നടക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണേ ഇല്ല. റോഡിലിറങ്ങണം. നമ്മുടെ ഷോപ്പിന് തൊട്ട് ഫ്രണ്ടിൽ റോഡായതുകൊണ്ടിട്ടേ ആൾക്ക് വണ്ടികളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം, അത് പോയി ചുരണ്ടണം, പുറത്ത് നിന്ന് കളിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ്സൊക്കെ ലൈറ്റ്സൊക്കെ നോക്കണം, അതിനകത്തിട്ട് ചുരണ്ടാം. സമയം പോകുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. രാത്രിയിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പകൽ പിന്നെ പെട്ടെന്ന് സമയം പോകട്ടെ, രാത്രി സമയം പോകാൻ ഭയങ്കര പാടാണ്. ഇത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റോളാണ് ആനന്ദ് എടുത്ത് കൊടുത്ത്. ആനന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലെ കുട്ടിയാണ് കേട്ടോ. അവൻ്റെ സ്ഥലം മലപ്പുറമാണെന്ന് തോന്നുന്നു. മലപ്പുറമാണെന്ന് തോന്നുന്നു. എന്തായാലും അവനാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കൊരു ബ്രദറിനെ പോലെ എല്ലാം ഓക്കെയാണ് അവൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തട്ടിയപ്പോഴത്തേനും അവൻ്റെ കളിപ്പാട്ടം, പിന്നെ ഷോപ്പിലിരുന്ന അല്ലറ ചില്ലറ സാധനങ്ങൾ അതെല്ലാം പറക്കി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്ന് ഇടുന്ന ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യാനായി അത്യാവശ്യം എല്ലാം തൂത്ത് തുടച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ടേ ക്ലോസിങ് ബാലൻസ് സംഭവങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നത് എടുത്തിട്ട്, നമ്മുടെ നാട്ടിലെ കറൻസി പോലെ അല്ല കേട്ടോ, ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കറൻസിയാണ് കേട്ടോ ഇപ്പോഴത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചേഞ്ച് ആവുമെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ട് വീട്ടിലോട്ട് പോവുക. അങ്ങനെ നമ്മുടെ ഷോപ്പ് അടച്ച് ഇപ്പോൾ എത്ര മണിയാടാ? 12 മണി കഴിഞ്ഞ്. നാട്ടിൽ 1:45. ഇപ്പം അടച്ചതേ ഉള്ളു. ഉറങ്ങാതിരിക്കുന്ന കണ്ടില്ലേ ഒരാൾ. ഇവിടെ കളിയായിരുന്നു, ഗോകുവിൻ്റെ കൂട്ടുകാരൊക്കെ വന്ന്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിയും പറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് അമ്മ ഫുഡ് കൊടുത്തു വിട്ടായിരുന്നു, അതുകൊണ്ട് അത് കൊടുത്ത് ഇനിയിപ്പോൾ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ നൈറ്റ് വ്ളോഗ്. രാത്രി ഇതൊക്കെ ഇന്നലെയൊക്കെ ഞാൻ നേരത്തെ പോയി. എനിക്കിപ്പം കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പം റണ്ണിങ് ആണ്, കച്ചവടം റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കടയിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. കച്ചവടം കയറി വരുന്ന ടൈം ഇപ്പം മാർക്കറ്റ് വളരെ ഡള്ളല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കച്ചവടം കയറി വരുന്ന ടൈം. അതുകൊണ്ട് ഇപ്പം മാറിയിരിക്കാൻ പറ്റില്ല, പുറത്തൊന്നും മാറാൻ പറ്റില്ല. You have space. I am here in parking space. Okay, I am here in car. I will definitely responsible. വരുന്ന വഴിക്ക് വഴിയിൽ അടി മീൻസ് കച്ചവടം ഷോപ്പിലിരിക്കുക. അവിടെ അംഗം നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ? അപ്പം പിന്നെന്തുവാ? അയ്യോ, ഇന്നത്തെ അംഗം കഴിഞ്ഞു, നാളെ രാവിലെ ഞാൻ ഇറങ്ങാറില്ല. ഞാൻ സാധാരണ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകും. രാവിലെ പിന്നെ വരേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും പണിക്ക് പോകുന്നതിന് മുന്നേ 10 മണി വരെ ഒരു സെയില്, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ആണ് സെയിൽ വരുക. പിന്നെ നമുക്കൊരു നല്ല ടോപ്പ് സെയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 15-ാം തീയതി കയറണം. 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ സാലറി കിട്ടി എല്ലാവരും നാട്ടിലേക്ക് സാധനം അയക്കുന്നതും, കൊറിയർ ഓർഡർ, ഇപ്പോൾ കൊറിയർ ഓർഡർ ഉണ്ട്. അപ്പോൾ കൊറിയർ ഓർഡർ ചെയ്യുന്നതും, ഓർഡർ ചെയ്ത് നമ്മൾ അവർക്ക് ഓർഡർ അവരെടുക്കും. അപ്പോൾ 15-ാം തീയതി പൈസ തരും, നമ്മൾ മൊത്തം കളക്ട് ചെയ്യും, അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. 15-ാം തീയതിയിൽ 30-ാം തീയതി വരെ എല്ലാവരും റിച്ചാണ്. പിന്നെ 30-ാം തീയതിയിൽ 1-ാം തീയതിയിൽ 15-ാം തീയതി വരെ ഈ റിച്ച് കടയിൽ കിട്ട ആൾക്കാർ, കമ്പനിക്കാർ വണ്ടി ചോദിക്കും, ഒരു 100 ഓട്ടോ പോലെ 15-ാം തീയതി, ഒരു 200 ഓട്ടോ പോലെ, ഒരു 300 ഓട്ടോ പോലെ. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ കിട്ടുന്നുണ്ട് ഇപ്പോൾ പുറത്ത് റോളിങ്ങിന് പോയിട്ട്. സാധാരണ ഞാനിവിടെ ഇത് കണക്ക് വിസിറ്റിനൊക്കെ വരുന്ന ടൈമിൽ കറക്കവും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാ ദിവസവും. ആ സമയത്തില്ലേ നമ്മൾ പൈസ അങ്ങോട്ട് ചെലവാക്കിയിട്ട് നമ്മൾ കറങ്ങല. അതിനേച്ചുള്ളപ്പോ 350 രൂപന്റെ റൂം, ഫുഡ്, കറക്കം, അടിച്ചു പൊളിക്കല്. പക്ഷെ ഇപ്പം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ഇവിടെ നമ്മൾ റണ്ണിങ് ആയി പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കറങ്ങാനും വയ്യ. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ കാര്യം, അതും ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യം നമ്മുടെ ഭാഗത്തെ തെറ്റല്ല, ഇടയ്ക്ക് നിന്നിട്ട് ഇടനില നിന്നിട്ട് കുറച്ച് പൈസ മേടിച്ചു കൊടുത്ത്, പക്ഷെ വാങ്ങിക്കൊടുത്ത ആൾ ഇതുവരെ തിരിച്ചു തന്നില്ല. അല്ല, എന്നിട്ട്
അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങി, നമ്മൾ സ്വന്തമായിട്ട് റണ്ണിങ് ആയി, നല്ല രീതിയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പൈസ ഇല്ല, കറങ്ങാൻ പൈസ ഇല്ല. പക്ഷേ എന്നുവെച്ചാൽ കാര്യം നമ്മൾ ഇടയ്ക്ക് നിന്ന് മേടിച്ചു കൊടുത്താലും നമ്മളെ വിശ്വസിച്ച് തന്നവർക്ക് നമ്മൾ കൊടുക്കണം. സോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന മാതിരിയല്ല, ഇവിടെ ഒരു ഷോപ്പ് ഒരു ദിവസം റണ്ണാക്കണ്ടെങ്കിൽ, ഒരു ഷോപ്പ് റണ്ണാക്കണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒറ്റക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒറ്റക്കാണ്, നമുക്ക് പാർട്ണർഷിപ്പിലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്, ഇപ്പം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ടില്ലേ ഷോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ഇത് പക്ഷെ നല്ല രസമാണ്, ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റണ്ണാന്ന് കഴിഞ്ഞാൽ നമുക്ക് കണക്കുപ്രകാരം, ഇവിടത്തെ കണക്കുപ്രകാരം നമുക്കൊരു 2000 ദിർഹംസ് ഒരു പെർ ഡേ ഒക്കെ നമുക്ക് സെറ്റാണെങ്കിൽ ഓക്കെയാണ്. നമുക്കിപ്പോൾ ചില ദിവസങ്ങൾ അതാവുന്നുണ്ട് കേട്ടോ. ഇന്നായിട്ടില്ല 2000 ദിർഹംസ് ഒരു ദിവസം ആയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല, ബാക്കോട്ട് ചിന്തിക്കാനില്ല, മുമ്പോട്ട് ചിന്തിക്കാനില്ല. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. എനിക്ക് കൈ അടയ്ക്കുന്നത് ഇപ്പൊ റണ്ണാവുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോ റൂമിൽ ചെല്ലുക. പക്ഷെ കാശിക്കും ദേവും നല്ല ലക്ക, ഇന്ന് അവർ വരുമ്പോഴത്തേക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ റൂമിൽ ചെല്ലുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. കുഞ്ഞിനെ കിടത്തി ഉറക്കണം, എനിക്ക് ഉറങ്ങണം, അവൻ ഉറങ്ങണം. 12 മണിയായില്ലേ, ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈവനിങ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിരം പോണത്.